നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നലിൻ്റെ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്, മോർഗ്രാം ആറായി. ഞാനിപ്പോൾ ഈ ഭാഗത്തേക്ക് അല്ല ഇപ്പോൾ കോട്ട് തിരിച്ചിട്ടതിന് ശേഷം പിന്നെ മാറ്റിയിട്ടിട്ടില്ല. നല്ല ഗംഭീര തണവാ, ബെസ്റ്റ് തണവ പറഞ്ഞാൽ ബെസ്റ്റ് തണവാ. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയതാട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഈ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അതിനൊന്നും റീപ്ലൈ തരാത്തത്. അപ്പോൾ നമ്മൾ മോർഗ്രാം എത്ര ഈ വഴി എൻ്റെ പൊന്നു ഒന്നും പറയണ്ട, വഴിപ്പണി തന്നെ ഗംഭീരമായിട്ട് അറിഞ്ഞു. അല്ല പക്ഷേ ഇപ്പോൾ മോശം വഴി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ബംഗാളിലെല്ലാം വഴി ഭയങ്കര മോശം തന്നെയല്ലേ. അപ്പോൾ നമുക്കിനി യാത്ര നമ്മൾ ഇൻട്രോ എടുക്കാൻ നേരത്തെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉഴുതും മറിച്ച് സെറ്റപ്പാക്കി ഇട്ടേക്കണ് കൃഷിക്കുള്ള പരിപാടിക്ക്. നമ്മുടെ കൂട്ടുകാരൻ കിടന്ന് നല്ല ഉറക്കാം. അവൻ നല്ലൊരു 2 മണി വരെ ഉറങ്ങാണ്ടിരുന്നു എൻ്റെ കൂടെ. ഇന്നലെ രാത്രി നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടുന്ന് ഒരു 8 മണിക്ക് നമ്മൾ വണ്ടി എടുത്തത്. 8 മണിക്ക് വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങിയില്ല. ദേവസ്വം വിട്ടു പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാ, പോകുന്നത്തോളാണ്ട് പോട്ടെ, ഉറക്കം വരുമ്പോൾ നിർത്താമല്ലോ. അപ്പോൾ ഇന്നലത്തെ ഡ്യൂട്ടി 8 മണിക്ക് തുടങ്ങി അവിടുന്ന്. ഉണ്ടാ കാലത്തിന് ആൾക്കാർ സ്കൂളിലൊക്കെ ഇവിടെ സമയമൊന്നും അധികം ആയിട്ടില്ല കേട്ടോ. ഉണ്ടാ 7 മണി 7:07 7:07 സമയം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും യാത്ര തുടങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ യാത്രകളിലേക്ക് പോകട്ടാ. പിന്നെ വണ്ടി എടുക്കട്ടെ പോകാം നമുക്ക്. നമ്മളവിടെ നിന്ന് അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോവാണ്. വഴി ഭയങ്കര മോശമായ വഴി മോശം. വഴി പണിയാണ്, ഭയങ്കര മോശമായിരുന്നു വഴി. നമ്മൾ മോർഗ്രാം എത്ര, ഇനി മോർഗ്രാമിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നമ്മൾ പോവാം. നല്ല നമ്മൾ ഈ റോഡിലേക്ക് കയറിയ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. റോഡ് പണിയും ഭയങ്കര കുണ്ടും കുഴിയുണ്ടാവും. അതാണ് റോഡിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഉണ്ടോ ഇവിടുത്തെ സൈഡിലെ വീടുകളൊക്കെ ഉണ്ടോ. ഇപ്പോഴും പഴയ പോലത്തെ മറ്റേ മണ്ണ് കൊണ്ട് പണിത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, കാണാം നമുക്ക്. പിന്നെ അവിടെ നമുക്ക് വീടെടുക്കാം. ഇതുണ്ടോ വെസ്റ്റ് ബംഗാളിലെ വീടുകളുണ്ടോ. ഇതൊക്കെ പിന്നെ കുറച്ചുകൂടെ വൃത്തിയുള്ള വീടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഴയ പോലത്തെ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതുണ്ടോ വീടുകളുണ്ടോ. വീടുകളുണ്ട് ഇവിടെ. ഇതൊക്കെ പാവം പിടിച്ച ആൾക്കാരുടെ വീടാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ ലക്ഷണം. ഇവിടുത്തെ ഈ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അതിന് നടുക്കൊരു വീടും ഇല്ലാണ്ടത്. മഴ പെയ്ത വെള്ളം കയറിയോ. ഇവിടെ വഴി കുറച്ചൊരു വൃത്തി തന്നെ കേട്ടോ. ഇവിടെ പണി കഴിഞ്ഞായിരിക്കും. ഇവിടുത്തെ പാടങ്ങളിലൊക്കെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നടക്കുക. ഇവിടുത്തെ പാടങ്ങളിൽ കൊയ്ത്ത് കൃഷി ഇറക്കി തുടങ്ങി. കൃഷി ഇറങ്ങട്ടെ. നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് അരി വരുന്നത് ഒരു നല്ലൊരു ഭാഗം ഇവിടുന്ന് ബർദ്ധമാൻ. ഇവിടുന്ന് വരുന്ന അരി അധികം ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസ് നമ്മളങ്ങനെ പനാഗഡ് എന്ന് പറഞ്ഞ ഹൈവേയിലേക്ക് ഒന്ന് കയറിയിട്ടാ. പനാഗഡ് എന്ന് പറഞ്ഞാൽ ആ ഹൈവേ വഴിക്കാണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് നാഗാലാൻഡ് പോയത്. കാരണം വെച്ചാൽ ഈ ബർദ്ധമാനിൽ രാത്രി നോ എൻട്രി 11 മണിക്ക് ശേഷം നോ എൻട്രി മാറുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ആ വഴിക്ക് പോയത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ കിടന്നുറങ്ങിയത് പറഞ്ഞ കാരണം ഇങ്ങനെ വന്നു. നമ്മൾ ആ വണ്ടി ലോറി വന്നിട്ടുണ്ടോ, അതാണ് പനാഗഡ് എന്ന് പറഞ്ഞ വഴി. ബസ് പോകണമെങ്കിൽ പ്രൈവറ്റ് വണ്ടി ബസ്സിൽ സാധനം കയറ്റി വേണ്ട.
അപ്പോൾ നമ്മൾ ആ ബേക്കിൽ നിന്ന് പറഞ്ഞപ്പോൾ ആ ബസ് പോയ വഴിയില്ലേ, അതാണ് പനാഘട്ട് എന്ന് പറഞ്ഞ വഴി. അപ്പോൾ നമ്മൾ പോയിട്ട് കൽക്കട്ടയിൽ നിന്ന് വരാൻ വേറൊരു ഹൈവേ ഉണ്ട്, ആ ഹൈവേയിലേക്ക് നമ്മൾ പോയി കയറും. ഇപ്പോൾ ആ വഴി ഇന്നലെ അവിടെ വണ്ടികൾ വിടുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് വണ്ടി വിടുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് വണ്ടി വിടറില്ലെന്ന്. അപ്പോൾ ഞാൻ കൺഫേം ആവാത്ത കാരണമാണ് ആ വഴിക്ക് വരാൻ. ഞാൻ നമ്മളങ്ങനെ വന്ന് ഹൈവേയിലേക്ക് വന്ന് കയറാറായി. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് പോകുമ്പോണ്ടോ ആ കൃഷ്ണനഗർ വഴിയാണ്, കൃഷ്ണനഗർ കൽക്കത്ത ബോർഡ് വെച്ചിട്ടുണ്ടോ, ആ വഴിക്കാണ് നമ്മൾ വരേണ്ടിയിരുന്നത്. എന്താ അപ്പോൾ ആ വണ്ടി വന്നോണ്ടോ ഈ വഴി ഓപ്പൺ ആയോ എന്നാണ് കൺഫേം ആവാത്തത്. അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മൾ നല്ല പാർക്കിൽ കയറുന്നിടത്തുള്ള അണ്ണന്മാർക്കൊക്കെ കൽക്കട്ട വണ്ടിക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് അറിയില്ല പറഞ്ഞത്. അങ്ങനെ നമ്മൾ മാൾഡ ഹൈവേയിലേക്ക് ഒന്ന് കയറിട്ടോ. നമ്മളിപ്പോൾ ഈ വന്ന വഴിക്ക് വന്നാലും വലിയ വ്യത്യാസം, ഒരു 30 കിലോമീറ്റർ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ പിന്നെ പണ്ടോട്ടെ ഈ വഴിക്കാണ് വന്നോണ്ടിരുന്നത്. അങ്ങനെ ഇത് നേരെ മാൾഡ, സിലിഗുഡി, ഗുവാഹട്ടി ആണ് വഴിയിലേക്ക് കയറി നമ്മൾ. ഇപ്പോൾ നമ്മൾ യാത്രയുടെ ഹൈവേയുടെ നമ്പറാണ് 12. നേരെ നമ്മൾ ഈ വഴി നേരെ ദാൽക്കോള വഴി വരെ ഇതാ വഴി. ദാൽക്കോള കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് തിരിയും. ഇവിടെ ഒരു ചായക്കടി ഉണ്ട് സർദാറിൻ്റെ, അവിടെ നിർത്തിയൊരു ചായയൊക്കെ കുടിക്കണം. ഇവിടെ നമ്മൾ വണ്ടി ചായ കുടിക്കാണ് നിർത്തുക. അപ്പോൾ അവിടെ ഇപ്പോൾ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഹോട്ടലിൻ്റെ മുമ്പിൽ വേറെ വണ്ടികൾ നിറഞ്ഞു കിടക്കണമെന്ന്. അപ്പോൾ നമ്മളിവിടെ വണ്ടി കയറ്റിയിട്ടപ്പോൾ അതിലൊരു വണ്ടി പോയി. അപ്പോൾ ഇനി നമ്മളവിടെ പോയി ചായ കുടിക്കാം. അത് നല്ല ഉറക്കാം, ഉറക്കട്ടെ. അണ്ണന്മാരുടെ വണ്ടികളെല്ലാം വണ്ടികളും ഇവിടെ നിർത്തും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിർത്താറില്ല പണ്ട് തൊട്ടേ. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ പോവാം. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് പതുക്കെയാണ് പോകട്ടെ കേട്ടോ. ചെറിയൊരു ചെരിമറയുണ്ട്, മെഷീൻ ലോഡ് ചെരിന് വെച്ചിട്ട് പതുക്കെ ആക്കണേ. നേരെ ഫർക്ക അങ്ങനെ പോവാം. നമുക്ക് ഈ വഴി ദാൽക്കോള വഴിയാണ്. ബംഗാളിലെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? നമ്മൾ ടോള് കൊടുത്ത് പോണ വഴിയാട്ടത്. നാഷണൽ ഹൈവേ ടോള് കൊടുത്ത് പോണ റോഡാണത്. ഇത്രയും നാഷണൽ ഹൈവേ മോശമുള്ളൊരു സ്റ്റേറ്റ് വേറെ ഉണ്ടാവില്ല. ബംഗാളിലെ മൊത്തം ഇങ്ങനെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മളെത്ര ടോള് കൊടുത്ത് പോണ വഴിയാന്നൊരു. നമ്മുടെ മുമ്പിൽ ഈ പോണ വണ്ടിയാണ് സൗത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതേപോലെ തന്നെ SPSTC, ഇതേപോലെ തന്നെ NPSTC ഉണ്ട്. നമ്മളിപ്പോൾ ഫർക്ക നമ്മളിപ്പോൾ കയറാൻ പോകണതാണ് ഗംഗാ നദി ഫർക്ക ബ്രിഡ്ജ്. അതായത് ഭാരതത്തിൻ്റെ സൈന്യം കാവൽ നിൽക്കുന്ന ഒരു പാലാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകണതാണ് ഫർക്ക ബ്രിഡ്ജ് കേട്ടോ. ഫർക്ക ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോണത്. ഫർക്ക പാലം, ഫർക്ക ഇപ്പൊ കയറാൻ പോണോ. ഇതാണ് ഫർക്ക പാലം. വന്ദേ ഭാരത് പോണം, വന്ദേ ഭാരത്. നമ്മുടെ ഒരേ ട്രാക്കിൽ വന്ദേ ഭാരത്. ലെഫ്റ്റ് സൈഡിലൂടെ വന്ദേ ഭാരതും നമ്മളും. എന്താ കലക്ക്. ഇതാണ് ഫർക്ക ബ്രിഡ്ജ് കേട്ടോ. ഗംഗാ നദിയാണിത്, ഗംഗാ നദി. പോയി അടുത്ത തീവണ്ടി വരും. ഗംഗാ നദി ഇപ്പൊ നമ്മള് കടന്നതിൽ രണ്ടാമത്തെ നദി. 3 പരിപാടി കടലിലെ കൃഷ്ണാനദിനെ കടന്നു. പക്ഷെ കൃഷ്ണാനദിയിൽ വെള്ളമൊന്നുമില്ല, മണൽ മാത്രമേ ഉള്ളൂ. നദിയുടെ പേര് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും ചെറുതാണ്. അതൊന്നും ഇതിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അതൊരു ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. കൂടെ രാത്രി അതിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, പഴയ വീഡിയോ കിടക്കുന്നുണ്ട്. ഈ പാലത്തോടെ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. നമ്മളിപ്പോൾ ബംഗ്ലാദേശിനോട് ചേർന്നാ പോണേ. നമ്മളങ്ങനെ ആ പാലം കടക്കാൻ പോകണ്ട, കഴിയാൻ പോകണം. ഇവിടെ സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ പിന്നെ രാത്രി ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പിന്നെ ഭാരതത്തിൻ്റെ മിലിറ്ററി ഇവിടെ കാവൽ നിൽക്കുന്ന ഈ നിൽക്കുന്നൊരു പാലാണ്.
അണ്ണന്മാരുടെ വണ്ടി അങ്ങനെ നമ്മൾ ആ പാലം കടന്നു കേട്ടോ, കഴിഞ്ഞു. ഇനി വീണ്ടും 4 ലൈനാണ്. പാലം കടന്ന് നമ്മൾ 4 ലൈനിക്ക് തന്നെ ഒന്ന് കയറി. വെൽക്കം ടു മാൾഡ ഡിസ്ട്രിക്ട്. നമ്മളങ്ങനെ മാൾഡ ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. മാൾഡ ഡിസ്ട്രിക്ട് SPTC കണ്ടില്ലേ? NBSTC ഉണ്ടോ? NBSTC ഉണ്ടോ? ഇത് നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതാണ് ഈ വണ്ടി. നമ്മളിപ്പോൾ എത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കാളിച്ചൗക്ക്. ഈ സ്ഥലമാണ് കാളിച്ചൗക്ക് എന്ന് പറഞ്ഞത്. കാളിച്ചൗക്ക് നാഷണൽ ഹൈവേല ബ്ലോക്കായിട്ട് ഈ കാണണേ. സിഗ്നലിൽ വന്നാൽ അവർ 4 ആൾ കൂടുന്ന ജംഗ്ഷൻ വന്നാൽ നമ്മുടെ ബ്ലോക്ക്. റോഡില്ല, നമ്മൾ ടോൾ കൊടുത്ത് പറഞ്ഞ വഴിയാണത്. ഇതാണ് കാളിച്ചൗക്ക്. കാളിച്ചൗക്ക് ഇവിടെ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ കിടക്കാനാണ് ബ്ലോക്ക്. കാളിച്ചോട്ട ടൗണിന്റെ ഭാഗങ്ങളാണ് നോക്കാൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ NBSTC ആ വണ്ടി കണ്ടോ? ഇവിടുത്തെ ബസ്സുകാരൊക്കെ ഭയങ്കര റഫ് ഡ്രൈവിങ്ങാ. അടുത്ത NBSTC ഇതാണ് ആ സിഗ്നല്. ഇതാണ് ആ സിഗ്നലൊക്കെ എന്ത് ജന പോണെന്ന് നോക്കിയാ. ഓരോരുത്തരുടെ നാടുന്നാടാ. ഇതാണ് കാളിച്ചൗക്ക്. വണ്ടി വിട്ടിട്ട് അവനൊന്നൊരു നോട്ടല്ലേ. ഇതാണ് കാളിച്ചൗക്ക്. അങ്ങനെ നമ്മൾ പാസ് ചെയ്യും. ഒക്കെ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകളാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പുറത്ത് ഓട്ടോറിക്ഷ കാണാൻ കൂടെ കിട്ടില്ലേ? കാണാൻ കിട്ടും, വില വരലാണ്. അതേപോലെ ഒരെണ്ണം കണ്ടോ അവിടെ? 1, 2, 3 കണ്ടിട്ടാ. നമുക്ക് ആ സീനിലൊന്ന് കിടക്കാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. കാളിച്ചൗക്ക് കാളിച്ചൗക്കിൽ തന്നെ നമുക്ക് അടുത്ത സീനിലും കിട്ടി. ഇങ്ങനത്തെ 2-3 സീനിലുണ്ട് ഇവിടെ. അതല്ല കാളിച്ചൗക്ക് ടൗണിന്റെ ഭാഗങ്ങളാണോ? കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഒരു ബൈക്കിനെ പുറകെ അതാണ് കാളിച്ചൗക്ക്. അമ്മ അങ്ങനെ ഇപ്പൊ മാൾഡ എത്തിട്ടാ. മാൾഡ നേരെ പോയാൽ മാൾഡ. നമ്മളിപ്പോ ബൈപ്പാസ് ഒഴിക്കും കൂട്ടാ. അവിടെ 2-3 ചെറുക്കന്മാരുണ്ട്. ഇത്തിരി പെസകാ. അപ്പൊ നമുക്ക് ഈ വണ്ടിക്കാരുടെ പിന്നാലെ പിടിച്ച് പിന്നെ ഒപ്പം കടന്നു പോകാം. അവൻ്റെ ഒപ്പം തന്നെ പിടിച്ചു. അവിടെ നിൽക്കട്ട് കുറയണം. നീ അപ്പുറത്തൊരു സീനിൽ വേറെ ഉണ്ട്, അവിടെ നിൽക്കും കുറയണം. അപ്പൊ നല്ല ഹൈറ്റ് വേണ്ടി അവനെ മൂട്ടിലങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ മാളുടെ ബൈപ്പാസിന്റെ എൻഡിലുണ്ട് വീണ്ടും ആൾക്ക്. നമ്മളിപ്പോ ബംഗ്ലാദേശിനോട് ചേർന്ന് പോണട്ടപ്പോ. ഈ ഭാഗമാണ് ബംഗ്ലാദേശ് കേട്ടോ. ബംഗ്ലാദേശിനോട് ചേർന്ന് പോണം നമ്മളിപ്പോ. ബംഗ്ലാദേശുമായി ചേർന്നാണ്. ഇവിടുത്തെ 1.5 കിലോമീറ്റർ ഉണ്ട് ബംഗ്ലാദേശിലേക്ക്. ചേർന്ന പോണം. മാളുടെ ബൈപ്പാസാണ്. ഈ മാളുടെ ബൈപ്പാസ് കഴിയുന്നിടം വരെ നമുക്ക് ഈ പായയുടെ പുറകെ പിടിക്കണം. പായാണെങ്കിൽ നല്ല കലക്കലക്കണ. 12 വീല് 14 വീലാണെന്നുള്ളത്. എന്നിട്ടും നല്ല കലക്കലക്കണ. മൊത്തം വണ്ടി കേട്ടോ. മാളുടെ ബൈപ്പാസ് കഴിയുന്നിടം വരെ നമുക്ക് പായയുടെ പുറകെ പിടിക്കണം. കുറച്ച് ചൊറികളുണ്ട് ഇവിടെ. ഇവിടെ ആക്കള് ബായിനെ പിടിച്ചു.
ഞാൻ അവൻ്റെ പുറകെ പിടിക്കും. അവൻ കട്ടുന്ന അവൻ സൈഡാക്കാൻ അവൻ ബായി വിട്ടു. ബായിനോട് സൈഡാക്കി. ഞാൻ പാട് മൂട്ടി പിടിച്ചിട്ട് ഞാൻ കടന്നു പോന്നു. എൻ്റെ ദൈവത്തിന് നന്ദി. ഞാൻ കടന്നു പോകും. വേറെ ഒന്നുമില്ല, ചോര അവർ പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പൈനടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മാളുടെ പൈപ്പ് കഴിഞ്ഞു കേട്ടോ. മാളുടെ കഴിഞ്ഞു. മാളുടെ കളിമൺ ഗ്ലാസ്സിൽ ഒരു ചായ കൂടിട്ടാ. ചായ ഇത് കാണിച്ചടാ. കൈ ഇറങ്ങാണല്ലേ, കൈ പിടിച്ചിടിക്കും. തണുത്ത് അവന് ഭയങ്കര തണുപ്പാ. ഇപ്പൊ ഉറക്കത്തിന് എഴുന്നേറ്റ് പോ. കളിമൺ ഗ്ലാസ്സിലെ ചായ കുടി. ഇവിടെ വണ്ടിയുടെ പുറത്ത് നിർത്തിയേക്കുക. മാളുടെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാണ് നിർത്തിയത് ഇവിടെ. നമ്മളെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. വണ്ടി എടുത്ത് പോകാം. അത് ആൽക്കോള പമ്പിൽ പോയി കഴിഞ്ഞാല് കിടന്നോ കുളിയെല്ലാം കഴിഞ്ഞ് പോയി അവിടെ കിടന്ന് ഉറങ്ങാൻ നമുക്ക്. ആ സമയം 11:30 സമയം. എന്നിട്ടും തണവ് പോയിട്ടില്ല. കോട്ട് ഊരിയാണ്, എന്നിട്ട് തണവുണ്ട്. നമ്മളങ്ങനെ ഇപ്പൊ റായ്ഗഞ്ച് ആവാറ്. റായ്ഗഞ്ച് ഈ മാളുടെ പോലെ തന്നെ ഒരു ചെറിയ സീനുള്ള സ്ഥലം റായ്ഗഞ്ച്. അവിടെ പോലീസുകാർക്ക് ഭയങ്കര നിൽക്കുന്നവർക്ക് 5000 രൂപയുടെ കേസ്. ഈ മാളുടെ ഡിസ്ട്രിക്റ്റില് 5000 രൂപ കേസ് എഴുതണം ഒരു മാസത്തേക്ക്. ഈ തമിഴ്നാട്ടിലൊക്കെ മാസ കേസ് എല്ലാ വണ്ടിക്ക് 5000 രൂപ കേസ്. 5000 രൂപ അത് കൊടുത്തില്ല. അതിനാണ് അമ്മമാരി വണ്ടി പിടിക്കുന്നതൊക്കെ. മാളുടെ ഡിസ്ട്രിക്റ്റില്ല. റായ്ഗഞ്ചിലൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ സീനില്ല. പാടങ്ങളാണ് പാടങ്ങൾ. ഇപ്പം അധികം ദൂരമില്ല റായ്ഗഞ്ചിലേക്ക്. റായ്ഗഞ്ച് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നാഗാലാൻഡ് പോയപ്പോൾ റായ്ഗഞ്ചൊക്കെ ബൈപ്പാസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ബൈപ്പാസിലും വന്ന് നിൽക്കുമെന്നറിയില്ല. ഇതേപോലെ ഈ പട്ടിക്കൂടൊക്കെ പണത് നിൽക്കുമെന്നറിയില്ല. ഇങ്ങനത്തെ കുറെ പട്ടിക്കൂടുകളുണ്ട് റായ്ഗഞ്ച്. ഈ പട്ടിക്കൂടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോടാൻ പോവാ. ഈ വെസ്റ്റ് ബംഗാളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിൽക്കണ നീലക്കാരില്ലേ, നീലക്കെട്ടുകാർ. ആ നീലക്കെട്ടുകാർ ഇവിടുത്തെ പോലീസാണ്. ഇതുപോലെ ട്രാഫിക്കിൽ പോലീസിൻ്റെ അല്ല, പോലീസിന് ഇവിടുത്തെ ട്രാഫിക്കിൽ നോക്കണം അവരാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ കട്ടിങ് നോക്കി കടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ മുമ്പിൽ ഒരു അമ്പലം കണ്ട അമ്പലം. ഇതുപോലത്തെ അമ്പലങ്ങൾ ധാരാളം കാണാം അവിടെ. ഇത് അമ്പലമല്ല കേട്ടോ, ഇതെന്തോ പരിപാടി ഫങ്ഷനോ എന്തോ. അത് അടുത്തത് ഇതെന്തോ ഉത്സവം. ഇത് അമ്പലമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതിൽ തെറ്റിട്ടോ. ഇത് അമ്പലമല്ല, ഇതെന്തോ ഉത്സവത്തിന്റെ എന്താ പരിപാടി. ദുർഗാപൂജ പോലത്തെ എന്തോ ഉത്സവത്തിന്റെ പരിപാടി ഉണ്ട്. ദുർഗാപൂജ അല്ല, എന്താ പരിപാടി അത്. നമ്മുടെ മുമ്പിൽ കൂടെ ഒരു വണ്ടി പോണെങ്കിൽ കറണ്ട് വണ്ടി കേട്ടാ. നമ്പറും ഇല്ല, കോപ്പും ഇല്ല, ഒന്നുമില്ല. ഒരു പെട്ടി ഓട്ടോസിൽ കയറുന്ന സാധനം കയറി. നമ്മുടെ തന്നെ ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെ കയറി ഉണ്ടാൻ പറ്റുമോ? എനിക്ക് നമ്പറും ഇല്ല, ഒരു സാധനം ഇല്ല. കറണ്ട് വണ്ടിയാണ്, കറണ്ട് വണ്ടി. നല്ല രസമുള്ള സ്ഥലം നോക്കിയാ. പാടങ്ങളുണ്ട്. പാടം നോക്കിയാ അമ്പോ എന്താ സ്ഥലേ. പാടം കൃഷിയാണ്, കൃഷിക്കുള്ള സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കവര്. പുതിയ കൃഷിയാണ്, പുതിയ കൃഷി ഇറക്കാൻ വേണ്ടി ഒരു സെറ്റപ്പാണ് പണിയാണ്. ആ റോഡ് എന്താ വള്ളഞ്ഞ പോയണ റോഡ്. അല്ല നല്ല ഇവര് കൃഷി കേട്ടോ. ഇവര് കൃഷി ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലേ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കൃഷിയാണ്. നമ്മളിപ്പോ ദാൽക്കോള ഓവറായിട്ടോ. ദാൽക്കോള അതിന് ദാൽക്കോളക്ക് 50 കിലോമീറ്റർ. ആ ദാൽക്കോളയുടെ നമ്മളൊരു പമ്പുണ്ട്. സിലിഗുഡിക്ക് 180 കിലോമീറ്റർ. അപ്പൊ ദാൽക്കോള പമ്പിൽ ചെന്നിട്ട് അവിടെ നമുക്ക് കുളിക്കാന്നുള്ള സെറ്റപ്പ് ആക്കണം. അങ്ങനെ തൊട്ട് പുറകിൽ റായ്ഗഞ്ച്. നമ്മളിപ്പോ വണ്ടി ഇടുന്ന സ്ലോ ആയി. അപ്പൊ തൊട്ട് പുറകിൽ റായ്ഗഞ്ച് പോയി. നമ്മുടെ ക്യാമറമാൻ ആളത്ര ഉഷാറല്ല. ക്യാമറമാന് എക്സ്പീരിയൻസ് കുറവുണ്ട്. അത് എടുക്കാൻ പറ്റില്ല. ഒരു ദൈവത്തിന്റെ കാരണേല് അത് കഴിച്ചില്ലേ. ഇനി പേടിക്കണ്ട, ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. അങ്ങനെ നമ്മൾ റായ്ഗഞ്ചും കഴിഞ്ഞു. ഇത് ബൈപ്പാസ് വഴിങ്ങനെ വണ്ടി പറഞ്ഞ. നേരത്തെ റായ്ഗഞ്ച് ടൗണിൽ കൂടെ പോകണം. റായ്ഗഞ്ച് പോലീസ് സ്റ്റേഷൻ കണ്ട, റായ്ഗഞ്ച് കണ്ട. അങ്ങനെ നമ്മൾ റായ്ഗഞ്ച് കണ്ട. ഇവിടുന്ന് റായ്ഗഞ്ച് ലെഫ്റ്റ് ടൗണിലേക്ക് പോകും. നമ്മള് നേരെ ഇപ്പൊ ബൈപ്പാസ് വന്നത് കാരണം ടൗണിൽ പോകണ്ട കേട്ടോ. റായ്ഗഞ്ച്, ഇതാണ് റായ്ഗഞ്ച്. ഈ റൂട്ടിൽ ആകെ പോലീസിന്റെ പ്രശ്നമുള്ള മാൾഡയിൽ ഇത് റായ്ഗഞ്ചിലുള്ളൂ. വേറെ ഒന്നുമില്ല. 5000 രൂപ കേസ് എഴുതുക.
ഒരു പഞ്ചാബി ധാബുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് നിർത്തി. അവിടെ നമ്മൾ വണ്ടി ഇനി ഉള്ളിൽ കയറ്റിയിട്ട് ഇപ്പോൾ കഴിച്ചിട്ട് പോകുന്നത് തൊട്ടപ്പുറത്തെ പമ്പുണ്ടല്ലോ, അവിടെ പോയി കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകാൻ നിൽക്കില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. പഞ്ചാബി ധാബ. അപ്പോൾ ഇവിടെ ഇതിൽ കഴിക്കട്ടെ പോയിട്ട്. പഞ്ചാബി ധാബയിൽ അവിടുത്തെ റൊട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇത് മറ്റേ ഞങ്ങൾ തന്തൂറൊട്ടി എന്ന് പറഞ്ഞ് മേടി. തന്തൂറൊട്ടി അല്ല, തവ റൊട്ടിയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വിശന്നിട്ട് വെള്ളം കഴിച്ചിട്ട് പോട്ടെ. വണ്ടി ഇത് അവിടെ അങ്ങാറ്റത്ത് കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. നല്ല സൂപ്പർ ഭക്ഷണം കേട്ടോ. പക്ഷെ തന്തൂർ റൊട്ടി കിട്ടിയില്ല, തവ റൊട്ടി കിട്ടിയ. എന്നാലും കുഴപ്പമില്ല, വലിയ ചിലവും പറയാല്ല. 200 രണ്ടാളും നല്ല വയറ് നിറച്ച് കഴിച്ചു. നമുക്ക് ദാൽക്കോളം പമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് രാത്രി എടുത്തു പോവാം. ദാൽക്കോള 11 കിലോമീറ്റർ. നമ്മുടെ മുമ്പിൽ സാധനം പോണോക്കിയ നമ്മുടെ നാട്ടിലൊരു പിക്കപ്പിൽ കയറുന്ന സാധനം. ഇത് അവര് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണ വണ്ടി ഉണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലൊരു പിക്കപ്പ് നെല്ലാണ് ഈ പോണേ. നമ്മുടെ നാട്ടില് ഒരു പിക്കപ്പിൽ കയറുന്ന സാധനം. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു ആദ്യം. ആ റെയിൽവേ ക്രോസ് ഞാൻ നോക്കിയാൽ പറഞ്ഞത്. ആ റെയിൽവേ ക്രോസ് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പൊക്കെ ഇവിടെ രാത്രി പാസ്സായ. ആ റെയിൽവേ ക്രോസിൽ ഞാൻ 16 മണിക്കൂർ വരെ ബ്ലോക്കിലുണ്ട്. 16 മണിക്കൂർ വരെ. ഞാനും അഭയചാണ്ടും വരുമ്പോൾ 16 മണിക്കൂർ. ഞാൻ സിംഗിൾ വരുമ്പോഴും കിടന്നുണ്ട് 10-12 മണിക്കൂറൊക്കെ അനങ്ങാൻ പറ്റാണ്ട്. നമ്മളിപ്പോൾ ഈ കയറാൻ പോകുന്ന റെയിൽവേ പാലമാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞ റെയിൽവേ പാലം. അത് വണ്ടി നിർത്തിയെടുക്കാനും പറ്റില്ല. അത് ഞാൻ കാണിച്ചിരുന്നു. ഈ റെയിൽവേ പാലം ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കും. ഇതെന്താ ഇതിന് ഇപ്പം നമ്മൾ കയറുന്ന റെയിൽവേ പാലമാണ്. ഈ പാലം ഒരു മിനിറ്റിൽ 50 പ്രാവശ്യം അടയ്ക്കും. ഈ പറഞ്ഞ റെയിൽവേ പാലം ഉണ്ടല്ലോ, ഈ പാലാണ് ഒരു മിനിറ്റിൽ 50 പ്രാവശ്യം അടയ്ക്കും. ഞാൻ 16 മണിക്കൂറാണ് ഈ പാലം. ഈ പാലം വന്ന കാരണം നമുക്കിപ്പോൾ ബ്ലോക്കിലോട്ട് പോവാം. ഭയങ്കര ബ്ലോക്കായിരുന്നു ഇവിടെ, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ 16 മണിക്കൂർ വരെ ഞാൻ കിടന്നിട്ടുണ്ട്. 16 മണിക്കൂർ വരെ. ഇടത്തു കൂടെ വണ്ടികൾ പറഞ്ഞ വഴി കണ്ടോ? അതായിരുന്നു വഴി. കണ്ടോ, ലോറിയൊക്കെ പോണ കണ്ടോ? അതായിരുന്നു വഴി. ആ വഴി കൂടെ ആയിരുന്നു നമ്മൾ വന്ന് ഈ റോഡിലേക്ക് കയറുക. ഈ റോഡില്ല കേട്ടോ. ഈ റോഡ് പോകുന്നതിൽ അധികം നാളൊന്നും ആയിട്ടില്ല. കുറച്ചാളായിട്ടില്ല ഈ റോഡ് വന്നിട്ട്. നമ്മളെ ഇതാണ് കേട്ടോ ദാൽക്കോള. ദാൽക്കോള എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. അതായത് ഒരു മിനിറ്റിലല്ല, ഒരു മണിക്കൂറിൽ ഒരു കുറഞ്ഞ ഒരു 15-20 പ്രാവശ്യം റെയിൽവേ ഗേറ്റ് അടയ്ക്കും. 15-20 പ്രാവശ്യം ഒരു മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞ റെയിൽവേ ഗേറ്റ് അടയ്ക്കും. അത് അടയ്ക്കുന്നതാണ് അങ്ങനെ ബ്ലോക്ക് വരാനുള്ള കാരണം. അങ്ങനെ നമ്മൾ ദാൽക്കോള ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിയും. വലത്തോട്ട് കിഷൻഗഞ്ച് സിലിഗുഡി. നമുക്ക് ലെഫ്റ്റ് പൂർണ്ണ ആ ലെഫ്റ്റ് പോകണ വഴിക്ക് നമുക്ക് അത് വിജയവാഡയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് അതിലേയും വരായിരുന്നു. പക്ഷെ ഞാൻ അതിലെ വരാഞ്ഞത് വേറെ കാര്യമുണ്ട്. കാരണം അല്ലെങ്കിൽ ആ വഴിക്ക് വന്നേ ഞാൻ. ഇതാണ് ദാൽക്കോള. ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഹൈവേയിലേക്ക് ഒന്ന് കയറാം. കുറച്ചുകൂടെ പോയി ഒരു പമ്പുണ്ട്. ആ പമ്പിൻ്റെ അവിടെ കൊണ്ട് വണ്ടി സൈഡാക്കാം. നമ്മളങ്ങനെ ഹൈവേയിൽ ഒന്ന് കയറി നേരെ പമ്പിൽ പോവാ. അവിടെ കൊണ്ട് വണ്ടി സൈഡാക്കുക. ഈ വഴി നേരെ പോയാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ ബീഹാറിലേക്ക് കയറുണ്ട്. ഒരു കുറച്ച് ദൂരം നമ്മുടെ മാഹി പോലെ നമ്മൾ ബീഹാറിൽ കൂടെ ഓടും. ആ സ്ഥലമാണ് കിഷൻഗഞ്ച്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ദാൽക്കോളന്ന് തിരിഞ്ഞിങ്ങോട്ട് കയറിയതിന് ശേഷം ഈ റോഡിൻ്റെ ഫുൾ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ടോള് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഹൈവേ ആണ് കേട്ടോ. ടോള് കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന ഹൈവേയിലാണ്. നമ്മുടെയൊക്കെ നാഷണൽ ഹൈവേയിൽ ഒരു ചെറിയ കുഴി വന്നാൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണം മലയാളികൾ ഇതൊക്കെ കാണണം. ഇതിവിടെ മാത്രമല്ല, മൊത്തത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് ഭാഗം മാത്രം പുതിയ ഹൈവ പണിത് മാത്രം നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയാണ്. എന്താല്ലേ ഇതിൽ ടോളുണ്ട്, അതാണ് ഏറ്റവും വലിയ രസം. നമ്മളങ്ങനെ നമ്മുടെ പമ്പിൻ്റെ അവിടെ എത്തിയിട്ടാ.
ഇതാണ് ദാൽക്കോള പമ്പ്. നമ്മൾ അനകാപ്പള്ളിയിൽ കണ്ട പോലെ തന്നെ പമ്പ്. അത് ഇവിടെ പാർക്കിങ്ങും സ്റ്റേ ചെയ്യാനും എല്ലാ സൗകര്യം. ഇത് കമ്പനിയുടെ പമ്പാണത്. ഇവിടെ കിടന്നിട്ട് നമുക്ക് നമ്മളങ്ങനെ ഇവിടെ പമ്പിലോട്ട് നിർത്തി. ഇന്നലെ നമ്മൾ അവിടുന്ന് ഖരഗ്പൂരിൽ നിന്ന് വണ്ടി എടുത്തു. രാത്രി 8 മണിക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ 4 മണിയായപ്പോൾ എടുത്തി. 4 മണിയായപ്പോൾ എടുത്ത്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എൻ്റെ കഴിഞ്ഞു. ഇന്നലെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ ഇതാണ് നമ്മളോരോ ഡ്യൂട്ടി പറഞ്ഞേട്ടാ. ഇന്നലെ അവിടുന്ന് 8 മണിക്ക് ഡ്യൂട്ടി എടുത്തത്. 8 മണിക്ക് ഡ്യൂട്ടി എടുത്ത് ഇന്ന് 4 മണി വരെ ഇവിടെ കൊടുത്തു. രാത്രി ഫുള്ളായിട്ട് ഓടി. ദൈവം സഹായിച്ചു ഇവിടെ ഒരു കുഴപ്പമില്ലാണ്ട് എടുത്തി. ഇപ്പോൾ 4 മണിയായപ്പോൾ നമ്മൾ എടുത്തി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോവുക, കുളിക്കുക, കിടന്നുറങ്ങുക. കിടന്നുറങ്ങിയിട്ട് ഇനിയൊരു രാത്രി ഒരു 10 മണി ഓക്കെ. കാരണം ബംഗാൾ ബോർഡർ നാളെ കാലത്തെ ക്ലോസ് ആകാൻ പറ്റും. ബായ് നമ്മുടെ ബ്രിഡ്ജ് മറ്റേ ബായ് സുഖ്ബായ് നാളെ കാലത്തെ വരുള്ളൂ. അപ്പോൾ നാളെ കാലത്താണ് നേരത്തേക്ക് അവിടെ എത്തി. ഇനി ഇവിടെ 150 കിലോമീറ്റർ 150 കിലോമീറ്റർ സിലിഗുടി. അവിടെ നിന്നൊരു 250 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഒരു 10 മണി കാണുന്ന ഞാൻ എടുത്തു പോയി. അപ്പോൾ അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ പമ്പിൽ കൊണ്ടൊന്ന് ഒതുക്കിയുണ്ട്. പമ്പിൽ കൊണ്ടുവന്നിട്ട് വണ്ടി ഇവിടെ ഒതുക്കി കിട്ടും. അപ്പോൾ ഇവിടെ ചായക്കടയും കുളിക്കാനും എല്ലാ സൗകര്യമുള്ളൊരു പമ്പാട്ടാ. ഇവിടെ വണ്ടി ഇടാൻ ഡീസൽ അടിക്കണമെന്നൊന്നുമില്ല. ഇത് കമ്പനി കൊണ്ട പമ്പാണ്. ഇവിടെ കൊണ്ടുവന്നിടാം, എന്തും ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യവും കുളിക്കാനും കിടക്കാനും എല്ലാം നമ്മൾ മറ്റേ അനകാപ്പള്ളി പമ്പിൽ കണ്ടതുപോലത്തെ സൗകര്യം. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ പോയി ചായ കുടിച്ച് കുളിച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇനി പുതിയ വിശേഷങ്ങൾ നമ്മൾ നാളെ ആസാമിൽ കയറിയിട്ടല്ല, ആസാം ബോർഡർ പുതിയ വിശേഷങ്ങൾ വരാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.